ഹായ് ഗായ്സ്, നിങ്ങൾ സ്കിൻ കെയറിൽ ഒരു ബിഗിനറാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് വേണമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ആ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4 പ്രോഡക്റ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കെയർ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറഞ്ഞ പ്രോഡക്റ്റ്സ് മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ്സ് എന്താണെന്ന് നോക്കിയാലോ. അതിന് മുന്നേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യമായിട്ട് ഇടുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ വീണ്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാലേ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം ആസ് എ ബിഗിനർ. അപ്പോൾ നിങ്ങളുടെ വാല്യൂ ആയിട്ടുള്ള റെസ്പോൺസാണ് എൻ്റെ വിജയം. അപ്പോൾ നമുക്ക് സ്കിൻ കെയറിലേക്ക് കിടക്കാം. ഒരു സ്കിൻ കെയർ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് നല്ലൊരു ഫേസ് വാഷാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൻ്റെ ടൈപ്പും ടെക്സ്ചർ വൈസ് അനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഫേസ് വാഷ് ചൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം എന്താണ് അതറിഞ്ഞിട്ട് വേണം നമ്മളൊരു ഫേസ് വാഷ് ചൂസ് ചെയ്യാൻ. എൻ്റെതിപ്പോൾ ഒരു സെൻസിറ്റീവ് സ്കിന്നാണ്. എൻ്റെ സ്കിന്നിലിപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്താൽ തന്നെ പാട് വരും, അങ്ങനെയുള്ളൊരു സ്കിന്നാണ് എൻ്റെത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നിവ്യയുടെ ജെൻറ്റിൽ ഫേസ് വാഷാണ്. ഇത് ഭയങ്കര ക്രീമി ടെക്സ്ചറാണ് കേട്ടോ ഇതിന് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കുറച്ച് അഫോർഡബിളുമാണ് കേട്ടോ ഈ ഒരു ക്ലെൻസർ. ഞങ്ങളുടെ സെൻസിറ്റീവ് ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫേസ് വാഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു നല്ല ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. അതിൻ്റെ ടെക്സ്ചറുണ്ട്, നിങ്ങൾ നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്. ഇതൊരു ഫേസ് വാഷ് ആണെന്ന് തന്നെ നമുക്ക് തോന്നില്ല, അത്രയും ജെൻറ്റിലാണ് കേട്ടോ ഇത്. നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് ചെയ്യേണ്ടത് ഒരു ടോണറാണ് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആൽപ്പ് ഗുഡ്നസിൻ്റെ കുക്കുംബർ ടോണറാണ്. ഇത് നമ്മൾ അഫോർഡബിളായിട്ടൊരു ടോണർ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു ടോണർ യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു ടോണറിനെ പറ്റി അത്ര ഹൈപ്പൊന്നും കൊടുക്കണില്ല. നമുക്കൊരു മിസ്റ്റ് പോലെ ഒരു ഹൈഡ്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു ടോണറാണ്, പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഞാനിത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് യൂസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ടോണറാണ് ഞാൻ യൂസ് ആക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സീറമാണ്. ഞാനിവിടെ പ്ലമ്മിൻ്റെ നിയാസനമൈഡ് സീറമാണ് യൂസ് ചെയ്യുന്നത്. ഇത് വാട്ടർ ആൻഡ് റൈസ് നിയാസനമൈഡ് സീറമാണ്. 10% നിയാസനമൈഡ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇത് നല്ലൊരു സീറമാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് സീറം വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ വൈറ്റമിൻ സി സീറം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് പകൽ യൂസ് ചെയ്യുക കേട്ടോ. വൈറ്റമിൻ സി സീറം യൂസ് ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതൊരു നല്ല സീറമാണ് കേട്ടോ. ഞാൻ എൻ്റെ ഡേ നൈറ്റ് സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുന്ന ഒരു സീറമാണിത്. ഭയങ്കര വാട്ടർ റെസിസ്റ്റൻസ് ആണ്, പെട്ടെന്ന് അബ്സോർബ് ആവുകയും ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ഇനി സിറം അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. നിങ്ങൾ ബിഗിനർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിറം ഒന്നും യൂസ് ചെയ്ത് തുടങ്ങണമെന്നില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ സ്കിൻ കെയറിൽ യൂസ് ചെയ്യാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റെപ്പാണ് മോയ്സ്ചറൈസിങ്. മോയ്സ്ചറൈസിങ് നിങ്ങൾ ഒരിക്കലും സ്കിൻ കെയറിൽ അവോയ്ഡ് ചെയ്യരുത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എമോലിൻ്റെ ഈ ഒരു ഡ്രൈനെസ്സിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മോയ്സ്ചറൈസറാണ്. ഇത് ഡ്രൈ സ്കിന്നിനുള്ള മോയ്സ്ചറൈസർ ആണെങ്കിലും ഇതെല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ പോകുന്നുണ്ടെന്നാണ് ഞാൻ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ കണ്ടത്. ഇതിൻ്റെ ടെക്സ്ചറാണ് ഇത് എല്ലാവരും യൂസ് ചെയ്യാനുള്ള ഇതൊക്കെ ടെക്സ്ചർ ഭയങ്കര വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ നമ്മൾ സ്കിന്നിലെ ഹൈഡ്രേഷൻ അവിടെ പിടിച്ചിരുത്തും. അത്രയും ഓയിലി സ്കിന്നിന് ഇത് അത്ര മാച്ച് ആവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ നല്ല ഡ്രൈ സ്കിന്നാണ്, അതുകൊണ്ട് എനിക്ക് ഓക്കെയാണ്. നിങ്ങളിപ്പോൾ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആ മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്താൽ മതി. നിങ്ങൾ പെട്ടെന്ന് ഒരു മോയ്സ്ചറൈസറിലേക്ക് ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. നല്ല ഡ്രൈനെസ് ഒക്കെ ഉള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. മോയ്സ്ചറൈസർ പോലെ തന്നെ സ്കിൻ കെയറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് കേട്ടോ സൺസ്ക്രീന്. ഞാനിവിടെ ഇപ്പോൾ 2 സൺസ്ക്രീനെ പറ്റിയാണ് പറയുന്നത്. ഇത് ഗുഡ് വൈബ്സിൻ്റെ സീക്ക സൺസ്ക്രീൻ. ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് വെറും ഒരാഴ്ചയായിട്ടുള്ളൂ. പക്ഷേ ദിസ് ഇസ് മൈ മൈൻഡ് മെൽറ്റിംഗ് ഗൈസ്.
അത്രയും എനിക്കിഷ്ടപ്പെട്ടൊരു സൺസ്ക്രീനാണിത്. ഇതിന് ടെക്സ്ചറാണ് എന്നെ അത്രയും അഡിക്റ്റാക്കി കഴിഞ്ഞത്. ഫിനിഷിങ് ഭയങ്കര വാട്ടർ റെസിസ്റ്റൻസ് ആണ്. നമ്മൾ ഫേസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പോലും തോന്നില്ല, അത്രയും പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട്. അപ്പോൾ ഇതൊരു അടിപൊളി സൺസ്ക്രീനാണ്. ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു സൺസ്ക്രീൻ നോക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. വെറും 200ൻ്റെ താഴെ ഇതിന് റേറ്റ് വരുന്നുള്ളൂ. ഇത്രയും ഒരു അടിപൊളി സൺസ്ക്രീനാണ് കേട്ടോ ഇത്. പിന്നെ അടുത്തത് ഞാൻ യൂസ് ചെയ്ത് തീർന്നൊരു സൺസ്ക്രീനാണ് കേട്ടോ ഇത്. ഡേംഡോക്കിൻ്റെ 4% നിയാസനമായ സൺസ്ക്രീനാണ്. ഞാൻ യൂസ് ചെയ്ത് തീർന്ന് ഞാൻ ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കാണിച്ചുതരാം. ഇതൊരു വയലറ്റ് പർപ്പിൾ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. ഇത് ഭയങ്കര ക്വിക്ക്ലി അബ്സോർബാണ്. ഇതും നല്ലൊരു സൺസ്ക്രീനാണ്. ഇതിനൊരു 300 റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് തീർന്നു പോയപ്പോൾ ഞാൻ സെക്കൻഡ് വാങ്ങിച്ചതാണ്. ഇത് തീർന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു സൺസ്ക്രീന്. ഇത് രണ്ടും നല്ല സൺസ്ക്രീനാണ്. ഈ 2 സൺസ്ക്രീനും എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ മാച്ചായിട്ട് പോകുന്നുണ്ട്. ഞാൻ വേറെ ഒരുപാട് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ഈ 2 സൺസ്ക്രീൻ മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ എടുത്ത് പറയുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന സ്റ്റെപ്പാണ് ലിപ് ബാം. നിങ്ങൾ ലിപ്സ്റ്റിക്ക് ഇടുന്നവരാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ SPF ഉള്ള ഒരു ലിപ് ബാം യൂസ് ചെയ്യുക. അത് നിങ്ങളുടെ സ്കിന്നിനെ ടാൻ ആക്കാതെയും പിഗ്മെൻറ്റഡ് ആക്കാതെയും പ്രൊട്ടക്റ്റ് ചെയ്യും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഡോട്ടാങ്കിൻ്റെ ഈ ഒരു ബാരിയർ റിപ്പയറിങ് ലിപ് ബാമാണ്. ഇതിൽ SPF 15 വരുന്നുണ്ട്. കാണുന്നുണ്ടോയെന്നറിയില്ല. SPF 15 PA+++ വരുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ള ഷെയ്ഡ് ചെറി ക്രിംസൺ ആണ്. കണ്ടോ, ചെറിയൊരു ടിൻ്റ് ഉണ്ട് ഈ ഒരു ലിപ് ബാമിന് ഓൾറെഡി. അപ്പോൾ നിങ്ങൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കേണ്ട സ്റ്റെപ്സാണ് ഒരു ലിപ് ബാം, സൺസ്ക്രീന്, മോയ്സ്ചറൈസർ. ഈ 3 സ്റ്റെപ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഈ ഒരു 3 സ്റ്റെപ്സ് നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്ത് പോകേണ്ട സ്റ്റെപ്സാണ് കേട്ടോ. ഫേസ് വാഷും ടോണറൊന്നും നിങ്ങൾ ഒഴിവാക്കണം എന്നല്ല പറയുന്നത്, പക്ഷേ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സ്റ്റെപ്സാണ് ഇത് പറയുന്നത്. ഡെയിലി നിങ്ങൾ ഫോളോ ചെയ്ത് പോകേണ്ട 3 സ്റ്റെപ്സാണ് സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ലിപ് ബാം. ഞാനിപ്പോൾ ഈ പറയുന്നത് നിങ്ങളുടെ ഒരു ഡേ സ്കിൻ കെയർ ആണ്. അതായത് ഡെയിലി നമ്മൾ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ആണ്. നൈറ്റ് സ്കിൻ കെയറിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഞാനതൊരു വേറൊരു വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ വീക്ക്ലി ചെയ്യേണ്ട കുറച്ച് സ്കിൻ കെയർ ടിപ്സ് ഉണ്ട്. അതിനെ പറ്റി അറിയണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ. അപ്പോൾ വേറൊരു വീഡിയോ എടുത്ത് നമുക്ക് വീണ്ടും കാണാം. ബൈ. ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ എൻ്റെ സംസാര ശൈലിയിലും വാക്കുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിനേക്കാളും ഇമ്പ്രൂവ് ആയിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ.